ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പോയി. അപ്പോൾ അവിടുത്തെ ഉസ്താദ് എന്നോട് പറഞ്ഞു, നിങ്ങളെ പ്രസംഗത്തിന് ശേഷം ബുർദുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് പറയണം, ആളുകൾ ബുർദ കേൾക്കാതെ പോയി പോകുന്നത്. അപ്പം ഞാൻ ബുർദൻ്റെ കുറേ ബഹുമാനമൊക്കെ അവസാനം പറഞ്ഞു, എല്ലാവരും ഇരിക്കണം എന്ന്. ഞാനിങ്ങ് ഇറങ്ങിയ ഉടനെ തന്നെ ഞാൻ പറഞ്ഞു ബുർദ ഉടങ്ങിക്കൊള്ളിയെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയ ഉടനെ തന്നെ കുറച്ച് കുട്ടികൾ സ്റ്റേജ് ഒക്കെ ഇങ്ങനെ ആയിപ്പോരുത്. അതായത് നമ്മളെ താല്പര്യം മുഴുവൻ പാട്ടിൽ, നമ്മളെ താല്പര്യം മുഴുവനും ഈ ആനന്ദത്തിൽ അങ്ങനെയായി പോകരുത്. നമുക്ക് ആത്മീയത ഉണ്ടാകും. ബുർദ ചെല്ലാൻ വേണ്ടി വിളിച്ചുകൊണ്ട് ബുർദ ചെല്ലണം. അവിടെ പാട്ട് പാടാൻ പാടില്ല. പാട്ടിന് വിളിച്ചാൽ പാട്ട് പാടിക്കോളി. പാട്ടിന് വിളിച്ചാൽ പാട്ട്. രാവിലെ കട്ടൻ ചായ കുടിക്കേണ്ട സ്ഥലത്ത് ബിരിയാണിയും കൊടുക്കരുത്, ബിരിയാണി കൊടുക്കേണ്ട സ്ഥലത്ത് കട്ടൻ ചായയും കൊടുക്കരുത്. ബുർദ എല്ലാം വിളിച്ചാൽ ബുർദ എല്ലണം. വേറെ അവിടെ പാട്ടൊന്നും പാടാൻ പാടില്ല. അത്രയും ആദരവോടെ ബഹുമാനത്തോടെ ബുർദ കേൾക്കാൻ വേണ്ടിയിരിക്കുകയാണ് സാസ്. ജനങ്ങളെല്ലാവരും എഴുന്നേറ്റങ്ങ് പോവുകയും ചെയ്യും. കാരണം അവർ ബുർദ കേൾക്കാനാണ് വന്നത്. അദബ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, അത് എവിടെയും പാലിക്കണം. അതിലേറ്റവും വലുതാണ് ഈ മൗലിദ്, ബുർദ, കിതാബ്, ഖുർആന്, ഹദീസ്, ഇൽമ്, ആലിമ്, ഉസ്താദ്, ബാപ്പ, ഉമ്മ, പ്രായമുള്ളവർ, ഗുരുനാഥന്മാർ, അവിടെ ഒക്കെ അദബ് പാലിക്കണം. ബുർദൻ്റെ ഇടക്ക് പാട്ട് പാടാൻ പാടില്ല, ബുർദൻ്റെ മുമ്പും പാട്ട് പാടാൻ പാടില്ല. ഇനി അഥവാ ഒരുത്തർ പാട്ട് പാടണമെന്ന് വല്ലാതെ മൂട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാട്ട് പാടണമെന്ന് ആളുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബുർദൻ്റെ ശേഷം വേണമെങ്കിൽ പാടാം. എല്ലാറ്റിനും അദബുണ്ട്. തഖ്ദീം വഖദ്ദിമിൽ അഖസ്സ ഫി ഇത്തിസാലി വഖദ്ദിമ മാ ശിത ഫി ഇൻഫിസാലി. അഖസ്സിനെ മുന്തിക്കണം ഇവിടെ. അപ്പോൾ എപ്പോഴും നിങ്ങൾ കാണുന്നില്ലേ, ഖുർആൻ കൊണ്ട് തുടങ്ങുക, അല്ലെങ്കിൽ ഹദീസ് കൊണ്ട് തുടങ്ങുക. തുടക്കം എപ്പോഴും ബറക്കത്തുള്ളതായിരിക്കും. ബിസ്മി കൊണ്ട് തുടങ്ങുക, അല്ലേ? ഹംദ് കൊണ്ട് തുടങ്ങുക, സലാത്ത് കൊണ്ട് തുടങ്ങുക. അപ്പോൾ ബുർദ പാടുന്ന സദസ്സുകളിൽ ഒരിക്കലും പാട്ടുപാടി തുടങ്ങാൻ പാടില്ല. അത് ഓരോന്നിനും ഓരോ അദബുകളുണ്ട്. ഇടക്കും പാട്ട് പാടാൻ പാടില്ല. ബുർദ ശരിക്ക് അച്ചടക്കത്തിൽ ചൊല്ലുക. ഞാനൊരു ചെറിയ ഉദാഹരണം മുതഅല്ലിമീങ്ങളായ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്.